ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് ഫലാഫീൽ എന്നും പരിപ്പ് വട എന്നൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാബൂളിക്കടല അല്ലെങ്കിൽ വെള്ളക്കടല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടല ഓവർനൈറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിലേക്ക് 3 പച്ചമുളക്, അതുപോലെ ചെറിയൊരു സവാളയാണ്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുത്തത് കേട്ടോ. ഇനി വലുതൊക്കെ ആണെങ്കിൽ പകുതി മതി. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിച്ചപ്പിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും, പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും, അതേപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മാത്രം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കുരുമുളക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് തന്നെ അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ക്രിസ്പിനെസ്, ഒരു തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി ബോൾസിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമ്പം ഇതൊരു പച്ച കളറായിക്കാരം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കടലൻ്റെ കളർ തന്നെയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു ബിസ്ക്കറ്റ് കളറായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയെടുക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിക്കാരം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാതും ഞാനിതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി എണ്ണയിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെയായാലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം കടലായതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലതും ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കെച്ചപ്പിൻ്റെയും മയോണൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടിതൊരു ഗോൾഡ് ബ്രൗൺ കളർ ആകുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല കുക്കായിട്ട് ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫലാഫീൽ എന്നും പരിപ്പ് വട എന്നൊക്കെ പേരുണ്ട്. ഇത് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാതെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യുമ്പം നന്നായിട്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.